ഹലോ നമസ്കാരം, ലിനീസ് ഫുഡ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നടുക്കായലിലാണ് കേട്ടോ. ഫ്രണ്ട്സ് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ പ്ലേസാണ്. ഒരു 1 ഡേ ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ലെറ്റ്സ് വെൽക്കം ടു ദ വീഡിയോ. നമ്മളിന്നുള്ളത് വൈക്കത്തിനടുത്ത് മുറിഞ്ഞുപുഴയ്ക്കും പൂത്തോട്ടയ്ക്കും ഇടയിലുള്ള കാട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഷിക്കാര ബോട്ടിൽ ഫാമിലി ആയിട്ട് പോകുന്നത്. മാതാ റിവർലാൻഡ് എന്നാണ് കേട്ടോ ഇവരുടെ ബോട്ട് സർവീസിൻ്റെ പേര്. അപ്പോൾ നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിഡിലൻ പ്ലേസാണ്. അപ്പോൾ നമുക്ക് പോകാം. അങ്ങനെ ഫാമിലി എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പതിയെ പോവുകയാണ്. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒത്തിരി ഫിഷ് ഫാമുകളും ടൂറിസ്റ്റ് ഹോമുകളും ഒക്കെ ഉണ്ട്. റിസോർട്ടുകളൊക്കെ നല്ല ഇവരുടെ തന്നെ റിസോർട്ടുകളുണ്ട് കേട്ടോ. പെർ ഡേ 2500 അങ്ങനെയൊക്കെയാണ് ചാർജ് വരുന്നത്. നല്ല സർവീസാണ് കേട്ടോ ഇവരുടേത്. നല്ല കിടിലൻ ആംബിയൻസാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് പറയാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒരാൾക്ക് 300 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട്, വെൽക്കം ഡ്രിങ്ക് ഉൾപ്പെടെ. അതുപോലെ ഉച്ചയ്ക്ക് ഊണ്, പിന്നെ ചായ, സ്നാക്സ്, അങ്ങനെ അതെല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ 300 രൂപ വരുന്നത്. അപ്പോൾ നമ്മളീ കാണുന്നത് പൂത്തോട്ട പാലാണ് കേട്ടോ. അപ്പോൾ ഇതിനടിയിലൂടെ നമ്മൾ പാസ് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് മുറിഞ്ഞുപുഴ പാലത്തിൻ്റെ അടുത്തെത്തും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തുരുത്തും അതുപോലെ നമുക്ക് വെള്ളത്തിലിറങ്ങാവുന്ന ഒരു ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് ഞങ്ങൾ ഉള്ളിൽ നല്ല അടിച്ച് പൊളിക്കുകയാണ്. നല്ല കിടിലൻ വൈബാണ് കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും ഈ ട്രിപ്പ് ഇഷ്ടമായി. അത്രയും നല്ല എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഞങ്ങൾ എക്സൈറ്റഡ് ആയത് ആ ഹെലികോപ്റ്റർ വന്ന സമയത്താണ്. നല്ല ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയ പോലത്തെ ഒരു പ്രതീതിയായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ മെയിൻ കായലിലേക്ക് ഇറങ്ങുമെന്നാണ് ആ ചേട്ടന്മാർ പറഞ്ഞത്. വേമ്പനാട്ട് കായലിലേക്ക് ഇറങ്ങുവാണ്. നമുക്ക് ഈ ബോട്ട് സർവീസിന് ചാർജ് വരുന്നത് 6000 രൂപയാണ്. ബാത്റൂം ഉൾപ്പെടെയാണ്. ബാത്റൂം ഇല്ലാത്തത് 4000 രൂപ. പിന്നെ വള്ളമുണ്ട്. വള്ളത്തിലാണെങ്കിലും ചാർജ് കുറവാണ്. പിന്നെ ഇതിങ്ങനെ കവർ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്കധികം ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല കാറ്റുണ്ട്. അങ്ങനെയുള്ളതാണ് കൂടുതൽ കംഫർട്ടായിരിക്കാം. പിന്നെ അതൊരു പ്രത്യേക ആംബിയൻസും നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെയാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായി. ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഒത്തിരി ബോട്ട് സർവീസുകൾ പോകുന്നതും അതുപോലെ ഫിഷ് ഫാമുകളൊക്കെ ഒത്തിരി കാണാൻ പറ്റും കേട്ടോ. പിന്നെ അവരുടെ കുറേ റിസോർട്ടുകൾ അങ്ങനെയുള്ള കുറേ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ തന്നെ റിസോർട്ടിൽ അതും ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ലതാണ് അതും. പിന്നെ ഇതുപോലുള്ള തുരുത്തുകളാണ് എല്ലാം അവിടെ കാണാൻ പറ്റുക. മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു റിസോർട്ട് വിഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റി. തീരദേശ നിയമലംഘനത്തിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ പൊളിച്ചു മാറ്റിയെന്നാണ് പറഞ്ഞത്. ഇതിന് മുന്നേ എൻ്റെ ഹസ്ബൻഡ് പോയിട്ടുണ്ട്. അപ്പോൾ അതിന് നല്ല ഭംഗിയായിരുന്നെന്ന് പറഞ്ഞ ഓരോ വർക്കുകളൊക്കെ ചെയ്തു വെച്ചത് അതൊക്കെ പൊളിച്ചവർ മാറ്റിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ റിസോർട്ട് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഹെലികോപ്റ്റർ പാസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞത് ഒരു തുരുത്തിൽ ഹെലിപ്പാഡ് ഉണ്ട്. അപ്പോൾ അവിടെ ലാൻഡ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നതാണെന്നാണ് കേട്ടോ. അത് നമ്മൾ ഇറങ്ങുന്ന തുരുത്താണെന്ന് ഞങ്ങൾക്ക് അന്നേരമാണ് മനസ്സിലായത്. അപ്പോൾ ഈ കാണുന്ന തുരുത്തിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. ഇവിടെയാണ് ഹെലിപ്പാഡ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ തന്നെയാണ് ആ ഹെലികോപ്റ്റർ വന്നെന്നുള്ളതാണ് ഞങ്ങൾക്കൊരു സർപ്രൈസ് ആയിപ്പോയത്. സാധാരണ ഗസ്റ്റുള്ള സമയത്ത് അവർ ലാൻഡ് ചെയ്യിപ്പിക്കാറില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഫാമിലി ആയിട്ടുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർ ഇറക്കിയത്. അങ്ങനെ
ഞങ്ങളെല്ലാവരും പതിയെ തുരുത്തിലേക്ക് ഇറങ്ങുവാണ്. ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലുള്ളൊരു സ്ഥലം കണ്ടതുപോലുള്ളൊരു ഫീലാണ് നമുക്ക് തോന്നിയത്. അവിടെ ഒരു കൊച്ചല്ല, ഒരു വീടൊക്കെ ഉണ്ട്. ഒരു മുത്തശ്ശിയാണ് അവിടെ ലാസ്റ്റ് താമസിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഹെലികോപ്റ്റർ വന്നതും അത് ലാൻഡ് ചെയ്യിപ്പിച്ച് അവർ അങ്ങ് പറന്നു പോയത്. അവരെന്തോ പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ്, നേവിക്കാരുടെയാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, അതുപോലെ മുത്തശ്ശി താമസിച്ചിരുന്ന സ്ഥലം എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് കാണിച്ചു തരാം. പക്ഷേ എനിക്ക് കണ്ടിട്ട് അതൊരു വീടായിട്ട് തോന്നുന്നില്ല. കുറേ റൂമുകളുള്ള ഒരു ബിൽഡിംഗ് ആയിട്ടാണ് തോന്നുന്നത്. പൊളിഞ്ഞ് ഒരു ഏകദേശം ഡാമേജ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് കേട്ടോ. അതൊരു വീടായിട്ടാണ് അല്ല തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അതിൻ്റെ അകത്തൊക്കെ കയറി. ഓരോ ക്ലാസ് റൂം പോലെയാണ് അത് തിരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചേട്ടന്മാരാണ് പറഞ്ഞത് മുത്തശ്ശിയാണ് താമസിച്ചിരുന്നത് എന്നൊക്കെ. അപ്പോൾ എന്തൊക്കെ കഥകൾ അതിൻ്റെ പിന്നിലുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു തുരുത്ത് ആൾക്കാരൊക്കെ താമസിച്ചിരുന്നതാണ്. ഇപ്പോൾ അത് ഫ്രീ ആയിട്ട് കിടക്കുവാണ്. അങ്ങനെ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി പോന്നു. അങ്ങനെ കുറച്ച് നേരം തുരുത്തിൽ കറങ്ങിയൊക്കെ നടന്നിട്ട് നമ്മൾ തിരിച്ച് പോരുവാണ്. ഇനി നമ്മൾ പോകുന്നത് നടുക്കായലിൽ ഇറങ്ങാനാണ് കേട്ടോ. മുട്ട് വരെ വെള്ളം ഉണ്ടാവുള്ളൂ, കാൽമുട്ട് വരെ വെള്ളം ഉണ്ടാവുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇതേ കണ്ടോ, ഇതുപോലെ നമുക്ക് ഇറങ്ങി കുളിക്കാം, നീന്താം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ വേറെ ആരും ഇല്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാനും മാൾട്ടിയും കൂടെ വെള്ളത്തിലിറങ്ങാൻ പോവാണ്. മാളുട്ടിക്ക് ചെറിയ പേടിയുണ്ട് വെള്ളത്തിലിറങ്ങാനായിട്ട്. മോൻ അങ്ങനെയില്ല കേട്ടോ, അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാൾട്ടിക്ക് ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു വെള്ളത്തിലിറങ്ങാനായിട്ട്. നമ്മുടെ ദേഹത്തു നിന്ന് മാറുന്നേ ഇല്ലായിരുന്നു. അതുപോലെ പുള്ളിക്കാരത്തി അള്ളി പിടിച്ചിരിക്കുമായിരുന്നു. അതിന് ശേഷം പിന്നെ വെള്ളത്തിൽ നിന്ന് കയറാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല, അതുപോലെ കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ വെള്ളത്തിൽ മുക്കുമ്പോൾ ഭയങ്കര പേടിയും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ പതിയെ ശരിയായി, അവൾ ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ബോട്ടിൽ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷായി. നല്ല വിശപ്പായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ കറക്റ്റ് ടൈമാണ്. നമ്മളന്നേരം കറങ്ങി നമ്മുടെ ഫുഡ് എടുത്തിട്ട് ബോട്ടിലിരുന്ന് തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ. സൈഡ് ഒതുക്കി വെച്ചിട്ടിരുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നല്ല കേരള കരിമീനും അതുപോലെ ചിക്കൻ റോസ്റ്റും തോരനും സാലഡും നല്ലൊരു പുളിശ്ശേരിയും ചോറും പപ്പടവും ഒക്കെ ആയിട്ട് നല്ല ഊണായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് മുറിഞ്ഞുപുഴ പാലത്തിൻ്റെ താഴെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പൂത്തോട്ട പാലത്തിൻ്റെയും മുറിഞ്ഞുപുഴ പാലത്തിൻ്റെയും കവർ ചെയ്തിട്ടാണ് നമ്മൾ പോവുക.
നമ്മളിവിടുന്ന് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് തൂക്കുപാലം കാണാനാണ് കേട്ടോ. തൂക്കുപാലത്തിൻ്റെ താഴെ കൂടെ പാസ് ചെയ്ത് നമ്മൾ പോവും. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് വൈക്കം തൂക്കുപാലം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടിയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. പാലത്തിലൊക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആ കാണുന്നതാണ് കേട്ടോ തൂക്കുപാലം. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുറ്റും കാണാനായിട്ട് പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ കവർ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ അതൊരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ് കേട്ടോ. ഒത്തിരി തവണ പോയിട്ടുണ്ടെങ്കിലും വീണ്ടും കണ്ടപ്പോൾ ചാടി ഇറങ്ങി കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ തൂക്കുപാലം. അതിലൂടെ നടക്കാൻ ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ്. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ നമ്മൾ കാൽവരി മൗണ്ടൊക്കെ പോയി കാണുന്ന പോലുള്ള ഒരു ഫീലാണ്. അതിൻ്റെ ചുറ്റും അത്രയും നന്നായിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു ചുറ്റും ഓരോ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാനായിട്ട്. അങ്ങനെ അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ ബോട്ടിൽ കയറിപ്പോന്നു. പിന്നെ വീണ്ടും ബോട്ടിൽ തിരിച്ച് കയറി നമ്മൾ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാ വള്ളത്തിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആമസോൺ കാടുകളുടെ ഇടയിലൂടെ പോകുന്നൊരു ഫീല് കിട്ടുമെന്നും പറയണത്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡൊക്കെ നേരത്തെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷിക്കാര ബോട്ട് അതിലൂടെയൊന്നും പാസ് ചെയ്ത് പോവില്ല. ചെറിയ കൈവഴികളിലൂടെയൊക്കെ വള്ളത്തിൽ പോകാനായിട്ട് പറ്റും. പിന്നെ തിരിച്ച് വരുന്ന വഴി ആമ്പലും താമരയൊക്കെ പറിച്ച് തന്നു കേട്ടോ. അതിൻ്റെ ചെടി ഉൾപ്പെടെയാണ് തന്നെ ഞങ്ങൾക്ക് പറിച്ച്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചു, സ്നാക്സ് കഴിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ തീരുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു കിഡിലൻ പ്ലേസാണ്. ആ കാണുന്നതാട്ടോ അവരുടെ റിസോർട്ട്. അത് ആ ചേട്ടൻ കാണിച്ചു തരികയാണ്. 2500 രൂപയാട്ടോ അതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.